ഒരിക്കൽ ഒരു രാജാവ് തൻ്റെ തൊഴിലാളികളോട് ഒരു കൊച്ചു തടാകം നിർമ്മിക്കാൻ ഉത്തരവിട്ടു. ഉത്തരവ് പ്രകാരം അവർ തടാക നിർമ്മാണം തുടങ്ങി വളരെ പെട്ടെന്ന് അത് പൂർത്തിയാക്കുകയും ചെയ്തപ്പോൾ രാജാവ് അവരോട് പറഞ്ഞു, ഇന്നത്തെ രാത്രി നിങ്ങൾ ഓരോരുത്തരും ഓരോ ഗ്ലാസ് പാൽ കൊണ്ടുവന്ന് ഇതിൽ ഒഴിക്കണം. നാളെ രാവിലെ ഇതൊരു പാൽ തടാകമായി മാറട്ടെ. എല്ലാവരും അത് സമ്മതിച്ചു, വീട്ടിലേക്ക് പോയി. രാത്രി പാൽ കറക്കാൻ ഒരുങ്ങിയ ഒരുത്തന് ഒരു മട്ടുമാറ്റം. അയാൾ ചിന്തിച്ചു, ഇന്നത്തെ രാത്രി എല്ലാവരും ഇതിൽ പാൽ കൊണ്ടുവന്നൊഴിക്കും, ഞാൻ മാത്രമായി അതിൽ ഒരു ഗ്ലാസ് പച്ചവെള്ളം ഒഴിച്ചെന്ന് കരുതി ആരും അറിയാൻ പോകുന്നില്ല, ഒന്നും സംഭവിക്കാനും പോകുന്നില്ല. രാത്രി ആയതുകൊണ്ട് ഒരാളും അത് അറിയുകയുമില്ല. അയാൾ രാത്രിയായപ്പോൾ പാലിന് പകരം ഒരു ഗ്ലാസ് പച്ചവെള്ളവുമായി വന്ന് തടാകത്തിൽ ഒഴിച്ച് തടി തപ്പി. നേരം വെളുത്തപ്പോൾ മഹാരാജാവ് പാൽ തടാകം കാണാൻ വേണ്ടി ആകാംക്ഷയോടുകൂടി ഇറങ്ങി വന്നപ്പോൾ അദ്ദേഹം കണ്ടത് പാൽ തടാകത്തിന് പകരം പച്ചവെള്ള തടാകമായിരുന്നു. ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണ്? ഈ മനുഷ്യൻ ചിന്തിച്ചതുപോലെയാണ് എല്ലാവരും ചിന്തിച്ചത്. ഞാൻ മാത്രം അതിൽ പച്ചവെള്ളം ഒഴിച്ചാൽ ആരും അറിയാൻ പോകുന്നില്ല, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇങ്ങനെ ചിന്തിച്ചതിൻ്റെ അനന്തരഫലമാണ് നമ്മളവിടെ കണ്ടത്. അവനവൻ ചെയ്യേണ്ട കാര്യങ്ങൾ അവനവൻ ചെയ്യേണ്ടതുണ്ട്. കൂട്ടായി ചെയ്യേണ്ട കാര്യത്തിൽ ഒരാൾ മാറി നിന്നാൽ അതൊരിക്കലും പൂർണ്ണമാവില്ല. അത് സമ്പൂർണ്ണമാകുന്നതിന് പകരം അപൂർണമായിട്ടത് മാറുകയും ചെയ്യും. 1 കോടി രൂപ എന്ന ആ ഒരു ക്രെഡിറ്റ് നശിപ്പിക്കാൻ 1 നയാ പൈസ വിചാരിച്ചാൽ മതി, പോരെ. 1 നയാ പൈസ അതിൽ നിന്ന് ഒഴിഞ്ഞു നിന്നാൽ 1 കോടി എന്ന സ്ഥാനം തകർത്തെറിയാൻ വേറെ ഒരു കാര്യത്തിൻ്റെയും ആവശ്യമില്ല. പെരുവെള്ളം ഉണ്ടാകണമെങ്കിൽ പല തുള്ളികൾ വേണമെന്ന് നമ്മൾ പറയാറില്ലേ? പല തുള്ളി പെരുവെള്ളം. ഓരോ തുള്ളിയും ഞാൻ മാത്രമായി ഇതിൽ പങ്കുചേർന്നില്ലെങ്കിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്ന് കരുതി മാറി നിന്നാൽ പെരുവെള്ളം പോയിട്ട് ചെറുവെള്ളം പോലും ആവുകയില്ല. ഒരു പുസ്തകത്തിൽ നിന്ന് ഒരു പേജ് മാറിയാൽ ആ പുസ്തകം അപൂർണമായി മാറും, അത് പൂർണ്ണമല്ല. ഒരു മുത്തുമാലയിൽ നിന്ന് ഒരു മുത്ത് കൊഴിഞ്ഞു പോയാൽ ബാക്കി മുഴുവനും കൊഴിഞ്ഞു പോകും. ഇങ്ങനെയാണ് നാം ചെയ്യേണ്ട പണികൾ നാം തന്നെ പൂർത്തിയാക്കേണ്ടതുണ്ട്. ഓരോരുത്തരും ഓരോ യോഗങ്ങൾക്ക്, മീറ്റിങ്ങുകൾക്ക്, കല്യാണങ്ങൾക്ക്, സമ്മേളനങ്ങൾക്കൊക്കെ പോകുമ്പോൾ അതിൽ തടിതപ്പാനുള്ള ഒരു മാർഗമായിട്ട് പറയാനുള്ളത്, ഞാൻ മാത്രം പോയില്ലെങ്കിൽ അവിടെ സമ്മേളനം നടക്കാതിരിക്കുമോ? ഞാൻ മാത്രം പോയില്ലെങ്കിൽ അവിടെ കല്യാണം നടക്കാതിരിക്കുമോ? മീറ്റിങ്ങിൽ ഞാൻ മാത്രം ഒഴിഞ്ഞു നിന്നാൽ അവിടെ കാര്യങ്ങൾ തീരുമാനിക്കാതിരിക്കുമോ? നമ്മൾ ഓരോരുത്തരും മുത്തുമാലയിലെ ഓരോ മുത്തുകൾ പോലെയാണ്.